ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പം ഇന്ന് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് മറയൂരിലെ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഏതാണെന്നല്ലേ, ഇതാണ് മുരുകൻ പാറ. വലിയൊരു പാറയാണ് ഇതെന്ന് പറയുന്നത്. 360 ഡിഗ്രി വ്യൂ പോയിന്റ് ആണ്. അടിപൊളി സ്പോട്ടാണ് ഇത്. സാധാ വന്ന് കാണുന്നവർക്കും അടിപൊളിയാണ്, അതുപോലെ ജീപ്പ് ട്രക്കിംഗ് വരുന്നവർക്കും സൂപ്പറാണ്. മറയൂരിൽ നിന്ന് കോൽക്കടവ് വരുന്ന വഴിക്ക്, അതായത് മറയൂർ കാന്തല്ലൂർ റോഡാണിത്. അപ്പൊ മറയൂരിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ എത്തിക്കഴിയുമ്പോഴത്തേക്കും ലെഫ്റ്റ് എടുക്കണം. ലെഫ്റ്റിൽ നിന്ന് മുകളിലോട്ട് ഒരു റോഡ് കിടപ്പുണ്ട്. അവിടെ നിന്ന് ഒരു 10 മിനിറ്റിൽ നമ്മൾ ഈ മുരുകൻ പാറയിലെത്തും. അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇത്. മുരുകൻ പാറയുടെ ശരിക്കുള്ള വ്യൂ കാണുന്നുണ്ടെങ്കിൽ മാർച്ച് ഏപ്രിൽ വരണം. അപ്പൊ മഞ്ഞൊന്നും ഇല്ലാതെ മലകളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പൊ മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് അങ്ങേയറ്റത്തെ മലകളൊന്നും കാണത്തില്ല. ഈ പാറ എന്ന് പറയുന്നത് ചുറ്റും മലകളാണ്. മലകളാൽ ചുറ്റപ്പെട്ട ഒരു പാറയാണിത്. 360 ഡിഗ്രി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞില്ലേ, കാണാൻ അടിപൊളിയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ മുരുകൻ പാറയിൽ കൂടെയുള്ള ജീപ്പ് യാത്രയാണ്. ഭയങ്കര അഡ്വഞ്ചറാണ് കേട്ടോ. ശരിക്കും പേടി തോന്നും, പക്ഷെ പൊളിയാണ് ഇതിലെ കൂടെയുള്ള യാത്ര. ഒരു പ്രാവശ്യങ്ങളും ഇങ്ങനെ ജീപ്പിൽ ഇതിലെ കൂടെ യാത്ര ചെയ്യണം. സംഭവം സൂപ്പറാണ് കേട്ടോ. തോറും നല്ല കാറ്റുണ്ട്. അടിപൊളിയാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ് ഒക്കെ. അതുപോലെ തന്നെ ഈ സ്ഥലത്തിലെ ഒരു അമ്പലമുണ്ട്, ചെറിയൊരു അമ്പലം. അങ്ങനെയാണ് ഈ പാറയ്ക്ക് മുരുകൻ പാറ എന്ന് വന്നത്. അത് മാത്രമല്ല, ഇത് മുനിയറകളുടെ ഏരിയ കേട്ടോ. മുനിയറ എന്ന് പറഞ്ഞാൽ ഫുള്ള് മുനിയറയാണ് ഈ സ്ഥലങ്ങളിലൊക്കെ. ഈ വലിയ 3 പാറ എടുത്ത് വെച്ച് ചെറിയൊരു വീട് പോലെ പണിത് പണ്ടത്തെ ആൾക്കാർ താമസിച്ചിരുന്ന സ്ഥലം. അടിപൊളിയാണ് കാണാന്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വ്ലോഗിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.